എൻ്റെ ബാക്കിലാണ് വന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ എത്തുന്ന വരെ കൈ പിടിച്ചിട്ട് പോയി. ഫ്രണ്ട്സ് കാണുന്നുണ്ടോ ഞാൻ കൈ പിടിച്ച് പോകുന്ന? ഇന്ന് ഞാൻ വെറുതെ തമാശക്ക് അമ്മേനെ പറ്റിച്ചിട്ട് കൈ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും വേറെ വാശി പിടിച്ചു. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും മാൻചല്ല പിന്നെ എനിക്ക് സൈക്കിൾ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഫോട്ടോവും അച്ഛനും കാണിച്ചു. അപ്പോൾ നമ്മൾ എന്താ കുറേ വണ്ടിയിലായിരുന്നു, കുറേ കടകളുണ്ടായിരുന്നു, കുറേ സിഗ്നലും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പച്ചക്കറീൻ്റെ കടയും ഈ ബെഡിൻ്റെ കടയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈ കടയിലൊരു ബെഡും കസേരയും പിന്നെ ടേബിളും എന്തൊക്കെയോ വെച്ചിട്ടൊരു ടേബിൾ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കുറേ കടകളും ഈ ബെഡും ബെഡും കാണുന്നുണ്ട്, ഒരു ടേബിളും കാണുന്നുണ്ട്, ഒരു കണ്ണാടിയും കാണുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ചൂടായോണ്ടില്ലേ ഒരു AC-യും ഫ്രിഡ്ജും പിന്നെ കൂളറും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവർ വെക്കുന്ന ഇവിടെ ഒരു ഫുള്ള് കത്തിച്ചതായിരുന്നു. ഓരോ കടയിലില്ലേ ഫ്രൂട്ട്സും കുപ്പായവും പിന്നെ ചെരുപ്പും ഷൂസും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. യൂണിഫോം ഷൂസിൻ്റെ കട. നമ്മൾ കുറച്ച് ലേറ്റായി പോയപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ വന്നത്. കുറച്ച് ലേറ്റായി പോയി ഞാൻ. സോറി ഫ്രണ്ട്സ്. നല്ല കാറ്റായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. ഒരു മഴ വരുന്നുണ്ടെന്ന്. എന്നിട്ട് നമ്മൾ മഴ വരാണ്ടാണ് കുറച്ച് ലേറ്റായി പോയേ. ജ്യൂസിൻ്റെ കടയിൽ എല്ലാവരും ഈ ജ്യൂസിൻ്റെ കടയിൽ ജ്യൂസ് കുടിക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ വാശിയായിരുന്നു. ഞാൻ മേക്കപ്പിൻ്റെ കട കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയപ്പോൾ അമ്മേ വാ ഇങ്ങനൊക്കെ പറഞ്ഞപ്പോൾ അമ്മ എന്നെ കൈ പിടിച്ച് കൊണ്ടുപോയി. ഇവിടെ കുറേ കടയിൽ അമ്മ എനിക്ക് ഒന്നും മേടിക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ ബത്തൊക്കെ ഉണ്ടായിരുന്നു. അത് മേടിക്കാൻ ഞാൻ ഉദ്ദേശിച്ചപ്പോൾ വേഗം പോയപ്പോൾ കുറേ ഫ്രൂട്ട്സും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എത്ര വെജിറ്റബിളും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കാർ കണ്ടു. ഞാൻ അതിൻ്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്നും മേടിച്ച് തന്നില്ല. അച്ഛനെ പോയിപ്പിച്ചു. അമ്മയും അച്ഛനും എനിക്ക് കുപ്പി വെള്ളം മേടിച്ചു തന്നു ചെറിയ. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞാൻ റിക്ഷൻ്റെ അടുത്ത് പോവാണ്.